ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ഇതങ്ങോട്ട് ശീലാവും, പിന്നെ ഇതില്ലാണ്ട് പറ്റില്ല. എടാ ഇത് ശരിയല്ല കേട്ടോ. ഇവിടെ ഒരുപാട് വിശ്വാസികളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ ബാറിലോ പബ്ബിലോ മറ്റെവിടെയെങ്കിലും പോയി അടിക്ക്. ഇതിപ്പോൾ അപ്പുറമുള്ള ആൾക്കാരുടെ റൂമിൽ ഉറങ്ങണ്ടേ? പക്ഷെ അത് നിനക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജോലിയൊക്കെ ആണെന്നറിയാം. അതിനെങ്കിലും ഒരു വില കാണടാ. ഓനൊരു വലിയ പുണ്യാളൻ. നീ അടിക്കടാ മോനെ. അനീഷ, പ്രശാന്ത് ഇപ്പം ജോലിയിൽ തീരെ വരാറില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഉഴപ്പാണ്. നീ ഒന്നും ശ്രദ്ധിക്കണേ. ആട്ടാ പ്രശാന്തേ, നീ എവിടെടാ? ഞാൻ പുറത്താ. എന്താ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ചേട്ടാ, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടല്ല. എനിക്കൊരു പ്രൈവസി ഇതാ. അനീഷേ, എൻ്റെ അനിയൻ്റെ പോക്കത്ര ശരിയല്ല കേട്ടോ. റൂമിൽ ഡെയിലി അടിയാ. ഇങ്ങനെ പോയാൽ ചെക്കൻ കൈവിട്ടു കേട്ടോ. നീ ഒന്ന് ശ്രദ്ധിച്ചോ. അവനിപ്പോൾ എവിടെ ഉള്ളത്? ഇപ്പോൾ റൂമിലുണ്ടാവാൻ. അത് ശരി, ഇതാ ഇവിടുത്തെ പരിപാടി അല്ലേ? എടാ, നിനക്ക് വിസ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 16 മണിക്കൂർ പട്ടിയെ പോലെ അറബിയുടെ കീഴിൽ പണിയെടുത്തോണ്ടാ ഞാൻ. നിന്നെ മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരു അമ്മ നാട്ടിലുണ്ട്. നീ ആലോചിച്ചടാ. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കുടിച്ച് കയറ്റിയിട്ട് അവസാനം ലിവറോ കിഡ്നി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുത്തരും ഉണ്ടാവില്ല നിൻ്റെ കൂടെ. മറക്കണ്ട. ഡാ മോനെ, കുറച്ച് കഴിഞ്ഞാലേ ഇതൊന്നും പോരാൻ തോന്നും. അവസാനേ ഏട്ടനേതാ അച്ഛനേതാ അമ്മേതാ നിനക്ക് തിരിച്ചറിയാൻ പറ്റാതാവും. ഇപ്പോൾ നീ എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഏട്ടനുണ്ട് നീ കണ്ടില്ല.